സ്വാഭാവികമായിട്ട് അങ്ങേപ്പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ യുക്തിയിൽ ആലോചിച്ച് നോക്കൂ. ഒരു വ്യാജരേഖയാണ് നമ്മൾ കോടതിയിൽ സമർപ്പിക്കുന്നത് എങ്കിൽ അതൊരു കേസാകില്ലേ? എൻ്റെ പരിമിതമായ നിയമജ്ഞാനത്തിൽ നിന്ന് ചോദിക്കുകയാണ്. ശരിയല്ലേ? അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു വ്യാജരേഖ നമ്മൾ കോടതിയിൽ സമർപ്പിച്ചാൽ കോടതിക്ക് വേറൊരു പരാതി എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കോടതിക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? ഇനി അതിനപ്പുറം ആ വിഷയത്തിനകത്ത് നിങ്ങളിൽ ആർക്ക്, ഏത് മാധ്യമ സ്ഥാപനത്തിന്, ഇനി ഗോവിന്ദനെ വിട്ടേക്കും, ഏത് മാധ്യമ സ്ഥാപനത്തിന് അത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിലും എന്നോടൊപ്പം വരാം, നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. തെറ്റാണെങ്കിൽ നിങ്ങൾ അതായി അത് വാർത്ത കൊടുത്തു, ഞാനും കൂടെ വരുന്ന വിഷ്വൽ തന്നെ നിങ്ങൾ കൊടുത്തോളൂ. എന്നെ ലൈവായി MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം ശരിയാണ്, ഇതാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുതിയ കാലഘട്ടത്തിലെ ഭാഷ വെച്ചിട്ട് വാർത്ത കൊടുത്തോളൂ. ഇനി ഈ വാർത്ത ക്യാരി ചെയ്ത മാധ്യമം ഏതാണ്? ദേശാഭിമാനിയാണ്. ആ ദേശാഭിമാനിയിലെ ആ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകൻ്റെ പ്രത്യേകത അങ്ങേക്കറിയാമോ? ഈ അടുത്ത ദിവസമാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ വിളിച്ചിട്ട് മാപ്പിരുന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ അൻസൽ ജലീൽ എന്ന് പറയുന്ന യൂത്ത് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി, ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ചായക്കട തുടങ്ങി അതിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്നൊരു ചെറുപ്പക്കാരൻ, അവൻ വ്യാജമായ ഒരു രേഖ സമർപ്പിച്ചു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ എന്തെല്ലാം വേട്ടയാടലുകളാണ് ഉണ്ടായത്? ചർച്ചകൾ ഉണ്ടായില്ലേ? മാധ്യമ വിചാരണ ഉണ്ടായില്ലേ? പൊതുവിചാരണ ഉണ്ടായില്ലേ?